പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള 10 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10 ഇടുക്കി. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ഏലക്ക കുന്നുകൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന ഉദ്യാനം എന്നാണ് ഇടുക്കി അറിയപ്പെടുന്നത്. ദുർഘടമായ പർവ്വത പ്രദേശങ്ങളും നിരവധി നദീതടങ്ങളും അഗാധമായ മലയിടുക്കുകളുമുള്ള ഉയർന്ന ഉയരത്തിലുള്ള പീഠഭൂമിയാണ് ഇടുക്കി ജില്ല. ചിതറിക്കിടക്കുന്ന കുന്നുകളും ഇവിടെയുണ്ട്. നമ്പർ 9 കോവളം. തിരുവനന്തപുരം നഗരത്തിലെ ഒരു ബീച്ച് കടൽ തീര റിസോർട്ടാണ് കോവളം. കോവളത്തിന് ചുറ്റുമുള്ള ബീച്ചുകൾ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട കേന്ദ്രമാണ്. ഹിപ്പി കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കോവളം. യൂറോപ്പിൽ നിന്ന് ഇസ്രായേലിൽ നിന്നും കൂടുതലായി എത്തുന്ന വിനോദസഞ്ചാരികൾക്കിടയിൽ ഈ സ്ഥലത്തിന് ഉയർന്ന സ്ഥാനമാണ്. നമ്പർ 8 കുമരകം. കേരളത്തിലെ കോട്ടയം നഗരത്തിനടുത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം. കേരള സംസ്ഥാനത്തെ ഏറ്റവും വലിയ തടാകമായ വേമ്പനാട് തടാകത്തിനടുത്താണിത്. ജനുവരിയിൽ ന്യൂയോർക്ക് ടൈംസ് കുമരകത്തിന്റെ കായ ടൂറിസത്തെ കുറിച്ച് പരാമർശിച്ചു. കുമരകത്ത് 2 മൺസൂണുകൾ ഉണ്ട്, തെക്കു പടിഞ്ഞാറും വടക്കു കിഴക്കും. നമ്പർ 7 വർക്കല. ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും കേരള മഹാത്മ്യം പോലുള്ള ഗ്രന്ഥങ്ങൾ വർക്കല മേഖലയിലെ കേരളത്തിലെ പുണ്യസ്ഥലങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നു. അറബിക്കടലിന്റെ മുത്ത് എന്നാണ് വർക്കലയെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്നുള്ള പാറക്കെട്ടുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക പ്രദേശം വർക്കലയാണ്. നമ്പർ 6 കൊച്ചി. അറബിക്കടലിന്റെ റാണി എന്നാണ് കൊച്ചി അറിയപ്പെടുന്നത്. പുരാതന കാലം മുതൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒരു പ്രധാന സുഗന്ധവ്യഞ്ജന വ്യാപാര കേന്ദ്രമാണ് ഇത്. 2024 ഏഷ്യയിൽ പോകാൻ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നായി കൊച്ചിയെ വിലയിരുത്തി. കൊച്ചിയുടെ ഭൂരിഭാഗവും സമുദ്രനിരപ്പിലാണ്. വേമ്പനാട് തടാകത്തിൽ ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടം ദ്വീപുകളും ഇതിൽ ഉൾപ്പെടുന്നു. നമ്പർ 5 ആലപ്പുഴ. കിഴക്കിന്റെ വെനീസ് എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത്. ഇന്നിവിടം കേരളത്തിലെ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ജലപാതകൾക്കും കായലുകൾക്കും പേരുകേട്ട ഈ പട്ടണം കേരളത്തിലെ തർശീഷ് ഭൂമി എന്നറിയപ്പെടുന്നു. ഓണം വേളയിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പ്രാഥമിക കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇവിടം. നമ്പർ 4 തേക്കടി. കേരളത്തിലെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവിടെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലമാണ്. ട്രക്കിങ്ങിന് അനുയോജ്യമായ ഒറ്റക്കത്തലമേടും സുഗന്ധവ്യഞ്ജന തോട്ടത്തിന് പേരുകേട്ട ആനക്കരയും കുന്നുകൾക്കും ഉയർന്ന കൊടുമുടികൾക്കും പേരുകേട്ട പട്ടുമലയും ഇവിടെയാണ് ഉള്ളത്. നമ്പർ 3 വാഗമൺ. കേരളത്തിലെ ഒരു കുന്നിൻ പ്രദേശവും റവന്യൂ ഗ്രാമവുമാണ് ഇത്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഗമൺ അതിന്റെ സ്വാഭാവിക പരിതസ്ഥിതിക്ക് പേരുകേട്ടതാണ്. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നാണ് വാഗമണിനെ അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് വാഗമൺ. നമ്പർ 2 വയനാട്. കേരളത്തിലെ ഏക പീഠഭൂമിയാണ് ഈ ജില്ല. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കൻ ഭാഗമായ മൈസൂർ പീഠഭൂമിയുടെ തുടർച്ചയാണ് വയനാടൻ പീഠഭൂമി. വയലനാട്, നെൽവയലുകളുടെ നാട് എന്നെല്ലാം ഇതിന് വിളിപ്പേരുണ്ട്. ജില്ലയിൽ സമ്പന്നമായ ജലസ്രോതസ്സുകളുമുണ്ട്. വയനാടിന്റെ മണ്ണും കാലാവസ്ഥയും വാണിജ്യാടിസ്ഥാനത്തിൽ പൂന്തോട്ട കൃഷിക്കും പച്ചക്കറി കൃഷിക്കും അനുയോജ്യമാണ്. നമ്പർ 1 മൂന്നാർ. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ. തേയില വ്യവസായം ആധിപത്യം പുലർത്തുന്ന ഒരു പുരാതന തോട്ടം, വാസസ്ഥലം വളർന്നു വരുന്ന ഒരു ആധുനിക കുന്നിൻ പ്രദേശം കൂടിയാണ് ഇവിടം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായ സ്ഥലങ്ങളിൽ ഒന്നാണ് മൂന്നാർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.